Hello my dear friends, welcome to my YouTube channel. Haru and Tanu. കഴിഞ്ഞ വർഷം ചക്ക ഉണ്ടായ സമയത്ത് ഞാൻ ചക്ക കൊണ്ടുള്ള പല വിഭവങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. വളരെ നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പലരും കണ്ടിട്ട് പലതും ട്രൈ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലും കണ്ടോ ചക്ക പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ചക്ക കൊണ്ടുള്ള ചില വിഭവങ്ങളും അതിനെ പറ്റിയുള്ള കുറച്ച് വർത്തമാനങ്ങളും ഒക്കെയാണ് ഈ ഒരു വ്ളോഗിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് വെച്ചിരിക്കുന്നത്? ആഞ്ഞു പറ്റിക്കോളൂ. അയ്യോ മുറിച്ചു 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 കൈ മാറ്റിക്കോ, കൈ സൂക്ഷിക്കും. ഇതാണ് വറക്കുക. കറക്റ്റ് മൂപ്പാണ്. കഴിക്കാൻ വേണോ? അതാണോ പച്ചച്ചക്ക എടുത്ത പേപ്പറാ ചക്കയുടെ പശ കളയാനായിട്ട്. ചെറിയ ചെറിയ ചട്ടിയിലെ ചെടി നട്ടേക്കണേ അമ്മയ്ക്ക് ബാംഗ്ലൂർ കൊണ്ടുപോകാനായിട്ട്. അല്ലോ ഒരെണ്ണം കോവലം. ഇത് കോവലാണ്. ഇത് ബോൺഡ്രീൻ ജ്യൂസ്. ഇതും കോവല. അതെ അതെ ഐസ്ക്രീമിന്റെ ഇത് പിടിച്ചേ. ഇതുകൊണ്ട് മസാലക്കറി ഉണ്ടാക്കില്ലേ? പിന്നെ അടിപൊളി ടേസ്റ്റാ. അമ്മമ്മേ പണ്ട് ചക്കയൊക്കെ ഉണ്ടായിരുന്നപ്പോ എന്താ ഉണ്ടാക്കിയിരുന്നെ? പിന്നെ അതിന് എല്ലാ കഷ്ണവും ഉണ്ടോ? മുരിങ്ങക്കായും മാങ്ങയും തേങ്ങ അതെ സാധാരണ അവിയൽ ഉണ്ടാക്കണം പോലെ. എന്നിട്ട് പുളി പിഴിയും അല്ലേ? അല്ല മാങ്ങയുടെ പുളി ഉണ്ടല്ലോ. മാങ്ങയുടെ പുളി ഉണ്ടല്ലോ. ഇത്രയുള്ള ചക്കയോ? അത് ഇത്രയേ ഉള്ളൂ. പണ്ടത്തെ കാലത്ത് ഇത് 10 രൂപന്ന് വെച്ചാ പറയല്ലേ? ഇല്ലാത്തണോ? ഇല്ലാത്ത സ്ഥലത്ത് അല്ലേ? ഈ മടലെന്ന് പറഞ്ഞാൽ ഇതല്ലേ? ഓ ഈ മുള്ള് മുറിച്ച് കളഞ്ഞിട്ട് ഈ ഭാഗം.
പഴുത്തു. നാളെ തന്നെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ വെച്ചിട്ടുണ്ടാകും. നാളെ തന്നെ ചക്കച്ചുള ഇതുപോലെ നമ്മൾ നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 2-3 ദിവസത്തേക്ക് കേട് കൂടാതിരിക്കും. കണ്ടോ, ഇത് ഇതുപോലെ നന്നാക്കി നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് സൂക്ഷിക്കാം. കറി വെക്കാനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇന്ന് നമ്മൾ ചക്കക്കൂനിലുകൊണ്ട് തോരൻ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ റെസിപ്പി നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടില്ല. ഇനി കഴിക്കണ സമയമാകുമ്പോൾ ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ചും കൂടി ഒന്ന് വലിയിച്ചെടുക്കും. ഭയങ്കര ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചക്കക്കൂനിൽ തോരൻ കണ്ടോ, മസാല പിടിച്ചിരിക്കുന്നത് കുരുമുളകും വറുത്ത തേങ്ങയും ഒക്കെ ഉണ്ട്. നമ്മളിത് ചക്ക വറക്കാൻ പോകുന്നുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് ചെറിയ ക്വാണ്ടിറ്റിയാണ് വറക്കുന്നത്. അതുകൊണ്ട് ഇത് ഗ്യാസിൽ തന്നെയാണ് വറക്കുന്നത്. ഇടട്ടെ? വേണോ? ഇനി വേണോ? കഴിഞ്ഞ വർഷം നമ്മൾ അടുപ്പിലാണ്, ഉരുളിയിലാണ് വറുത്തത് ചക്ക. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഈ പ്രാവശ്യം നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് വറക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഗ്യാസിലാണ് വറക്കുന്നത്. ഈ ഒരു സൗണ്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പുവെള്ളം ചേർത്ത് കൊടുക്കാം. അല്ലേ, ആ ചക്കയുടെ ഒരു ഇത് സൗണ്ട് ആയി കഴിയുമ്പോൾ ഉപ്പുവെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കും. ഇനി വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് പോയിട്ട് നമുക്കത് എല്ലാം നിന്ന് മാറ്റാം. നമ്മളിത് അടുത്ത സെറ്റ് ഇടുവാണ്. ഇതേപോലെ നമ്മൾ ബാക്കിയുള്ളതും വറുത്തെടുക്കും. ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ വറുത്ത് കോരിയ ചക്ക വറുത്തത്. നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് സൗണ്ട് കേട്ടോ. ഇത് ഞാൻ ചോറിൻ്റെ ഒപ്പം ചക്ക വറുത്തത് കഴിക്കുകയാണ്. ഇത് തക്കാളി കൂട്ടാനാണ്. മുട്ടയുണ്ട്, ചക്ക വറുത്തത്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയാണ്. ചക്ക കൊണ്ടുള്ള പുഴുക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് ചായയുടെ ഒപ്പമൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ചോറിൻ്റെ ഒപ്പവും ഒക്കെ വളരെ ടേസ്റ്റിയാണ്. ചോറിനായിട്ട് മാങ്ങ അരച്ച് കലക്കിയതാണ്. കഴിഞ്ഞ ദിവസം നമ്മളിതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കോവയ്ക്ക മെഴുക്ക് കുറച്ചുകൂടി ഫ്രൈ ആകാനുണ്ട്. അപ്പോൾ കഴിക്കുന്ന സമയമാകുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഇന്നത്തെ നമ്മുടെ ലഞ്ച് വീട്ടിലുണ്ടായ ചക്ക കൊണ്ടുള്ള പുഴുക്ക്, വീട്ടിലുണ്ടായ കോവയ്ക്ക കൊണ്ട് മെഴുക്ക് വരട്ടി, ചോറ്,
വീട്ടിലുണ്ടായ പച്ചമാങ്ങ കൊണ്ട് അരച്ച് കലക്കിയത്. പിന്നെ മീൻകറി ഉണ്ട്. മീൻകറി മീൻകറി, പപ്പടം, പിന്നെ ഒരു അച്ചാറുണ്ട്. യൂഷ്വലി ഇത്രയും അമ്മ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഒരു ചാറുകറി ഉണ്ടാകും, ഒരു തോരൻ അല്ലെങ്കിൽ മെഴുക്കുവരട്ടി എല്ലാ ദിവസവും ഉണ്ടാകും, മീൻ വാങ്ങാറുണ്ട്, പിന്നെ അച്ചാറ്, പപ്പടം, ഇതെല്ലാ ദിവസവും ഉണ്ടാകും. നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലഞ്ചാണ് എല്ലാ ദിവസവും. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. കുറച്ച് ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 3 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ചെറിയ ഓറഞ്ചാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ അധികം കുരുവില്ല. കുരു റിമൂവ് ചെയ്തിട്ട് വേണം ജ്യൂസ് അടിക്കാനായിട്ട്. ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. പഞ്ചസാര ചേർക്കുന്നില്ല, നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. അരിച്ചെടുക്കാം. അങ്ങനെ നല്ല ഫ്രഷ് ജ്യൂസ് റെഡിയാണ്. അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനത്തെ ഓറഞ്ച് ജ്യൂസ് ഒന്ന് തയ്യാറാക്കി നോക്കും, നല്ല ടേസ്റ്റിയാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസായിട്ടാണ് തയ്യാറാക്കിയേക്കുന്നത്.